ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ അപ്ഡേറ്റഡ് ട്രൈബറിന്റെ എവല്യൂഷൻ എന്ന് പറഞ്ഞ സെക്കൻഡ് വേരിയന്റ് ആണ്. ബേസ് വേരിയന്റിന് തൊട്ട് മുകളിൽ നിൽക്കുന്നത്. ട്രൈബർ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബേസ് വേരിയന്റിലേക്ക് പോകരുത്. മിനിമം ഈ ഒരു വേരിയന്റെങ്കിലും എടുക്കണം. കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്താണ് ഈ ഒരു സെക്കൻഡ് വേരിയന്റിനെ റെനോ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, GST ബെനിഫിറ്റിന് ശേഷം എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, അതുപോലെ തന്നെ റെനോയിൽ കുറച്ച് ഡെമോ കാറുകൾ അവൈലബിൾ ആണ്. 2024 മാനുഫാക്ചർ ചെയ്ത കൈഗർ, ട്രൈബർ, കിഡ് അങ്ങനെ എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ്. അത് ഷോറൂമുകളിൽ ഡെമോയിലേക്ക് കിടന്ന വാഹനങ്ങളാണ്. അത് നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ ഒരു ഓഫറിൽ ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. പിന്നെ പ്രീ ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ള ട്രൈബറിന് ഏകദേശം 60,000 രൂപ ഒരു ഓഫർ ഉണ്ട്. റീസെന്റ് അപ്ഡേറ്റ് ചെയ്തുവന്ന റെനോ ട്രൈബറിന് ഇപ്പോൾ 4 വേരിയന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയന്റ് ആയിട്ട് ഒതന്റിക്, നിങ്ങൾ ഈ കാണുന്ന സെക്കൻഡ് വേരിയന്റ് എവല്യൂഷൻ, തേർഡ് വേരിയന്റ് ടെക്നോ, ടോപ്പ് വേരിയന്റ് ഇമോഷൻ. ഈ ടോപ്പ് വേരിയന്റ് ഇമോഷൻ വേരിയന്റിൽ മാത്രമാണ് നമുക്കൊരു ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ AMTയുടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. മിനിമം നിങ്ങൾ ഈ ഒരു സെക്കൻഡ് വേരിയന്റ് എങ്കിലും എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു വേരിയന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രൈബറിന്റെ ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് ഈ ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്. ട്രൈബറിൽ അത്യാവശ്യം റോഡ് പ്രസൻസ് ഉള്ളതും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളറും ബ്ലാക്ക് കളറാണ്. ഇതിപ്പോ ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു സെക്കൻഡ് വേരിയന്റ് ആണെന്നൊക്കെ തോന്നും. കാരണം അതിന്റെ റൂഫ് റെയിൽസും ഫോഗ് ലൈറ്റ് ഒന്നും വരുന്നില്ല. ഈ ഫോഗ് ലൈറ്റ് ആണെങ്കിലും റൂഫ് റെയിൽസ് ആണെങ്കിലും നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു 30 കിലോ വരെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു കരിയർ നമുക്ക് ഷോറൂമിൽ നിന്ന് വേണമെങ്കിൽ ആക്സസറി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റു ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പഴയ ട്രൈബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനമായിട്ട് മാറിയിട്ടുണ്ട്. ഫ്രണ്ടിലെ ഡിസൈനൊക്കെ കുറച്ചും കൂടിയും കാണാൻ ഭംഗിയുള്ള ഒരു SUV ലുക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് എടുത്തു പറയേണ്ട കാര്യം ഫ്രണ്ടിലെ ഈ ഒരു ഗ്രില്ല് തന്നെയാണ്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് തന്നെ കൊടുത്തിരിക്കുന്നു. അതിന്റെ നടുക്ക് റെനോയുടെ പുതിയ ലോഗോ കാണാനായിട്ട് പറ്റും. ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റുകളാണ് ബേസ് വേരിയന്റിലോട്ട് കൊടുത്തിരിക്കുന്നത്. ഹാലജനാണ്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് പാർക്ക് ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സും കാണാം. ഫുൾ ഹാലജൻ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അകത്തെ ഹെഡ്ലൈറ്റിനകത്തെല്ലാം നമുക്കൊരു ക്രോം ഇൻസെറ്റ് കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നാൽ ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫോഗ് ലൈറ്റ് നമ്മൾ പറഞ്ഞ പോലെ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ടോപ്പ് എൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഈ വേരിയന്റിൽ വരുന്നില്ല. ഫ്രണ്ടിലെ ഈ എന്താ പറയുക സ്കിഡ് പ്ലേറ്റിന്റെ പോർഷൻസ് നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. എയർ ഡാം ആൻഡ് സ്കിഡ് പ്ലേറ്റിന്റെ പോർഷൻ മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 182 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു സെക്കൻഡ് വേരിയന്റ് ആണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. അതിനുള്ള കാരണം ഈ വശങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അത് ഫെൻഡേഴ്സിലേക്ക് വന്നിരിക്കുന്നു. വീൽ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 14 ഇഞ്ച് വീൽസ് ആണ് ഈ സെക്കൻഡ് വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. 165 80R14 ആണ് ടയർ സൈസ് വരുന്നത്. ഒരു ഹാഫ് വീൽ കപ്പ് എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു വീൽ കപ്പ് മാത്രമാണ് വരുന്നത്. ഫുൾ സൈസ് വീൽ കപ്പ് ഒന്നും വരുന്നില്ല. സ്റ്റീൽ വീലുകൾ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ്. മിറേഴ്സ് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ്. ഇപ്പൊ ഈ വാഹനം ബ്ലാക്ക് ആയതുകൊണ്ടാണ് അത് നമുക്ക് എടുത്ത് കാണിക്കാത്തത്. വേറെ ഏതെങ്കിലും കളറുള്ള കാറാണെങ്കിൽ അത് വൈറ്റ് ഒക്കെ ആയിരുന്നുവെങ്കിൽ അത് നമുക്ക് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മൾ ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. വശങ്ങളിൽ നോക്കുമ്പോഴാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് ഫീൽ ചെയ്യുക. നമുക്ക് വശങ്ങളിൽ ചുറ്റുവറും ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് ഒക്കെ പോകുന്നത് കാണാം. ഓവറോൾ ലെങ്ത് നോക്കുക, വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2636 mm വീൽ ബേസ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. നമുക്ക് പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നോർമൽ ആന്റിന കാണാം. റൂഫ് റെയിൽസ് വരുന്നില്ല. നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്കിലെ ഡോർ ഹാൻഡിൽസും ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാം. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാലും പ്ലെയിൻ ആയിട്ടുള്ളൊരു ബാക്ക് പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇത്രയും പ്ലെയിൻ ആയിട്ട് തോന്നാനുള്ള കാരണം ഇതിനകത്ത് ആ ഒരു ബാക്കിലെ സ്പോയിലർ വരാത്തത് കൊണ്ടാണ്. സ്പോയിലർ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് നമുക്ക് സെൻട്രൽ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. വാഷർ ആൻഡ് വൈപ്പർ ഡിഫോഗർ ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നടുക്ക് റെനോയുടെ ലോഗോ കാണാം. വേരിയന്റിന്റെ ബാഡ്ജിങ്ങും തന്നെ എന്തായാലും വരുന്നില്ല. ഡ്രൈവർ എന്ന് പറഞ്ഞ ലെറ്ററിംഗ് കൊടുത്തിരിക്കുന്നു. സെക്കൻഡ് വേരിയന്റ് ആണെങ്കിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെയിൽ ലൈറ്റ് ഫുൾ ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ബാക്കിലേക്ക് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് 3 പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെ സ്റ്റിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളുടെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ 3 റോയും നിവർത്തി വെക്കുകയാണെങ്കിൽ 80 ലിറ്റേഴ്സ് മാത്രമാണ് ഇതിന്റെ ഒരു 85 ലിറ്റേഴ്സ് മാത്രമാണ് ഇതിന്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. ഈ സീറ്റ് നമുക്ക് സിമ്പിളി ഫോൾഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ സീറ്റ് നമ്മളെടുത്ത് മാറ്റുകയാണെങ്കിൽ 625 ലിറ്ററിന്റെ ബൂട്ട് കപ്പാസിറ്റി ആണ് ശരിക്കും നമുക്ക് ലഭിക്കുക.
നമുക്ക് വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ വാഹനത്തിൽ തേർഡ് റോയിലേക്കും AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ റോയിലും സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ശരിക്കും തേർഡ് റോ എന്ന് തന്നെ പറയാം. കാര്യം മൂന്നാമത്തെ റോയിലും അത്യാവശ്യം നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ എൻ്റെ തേർഡ് റോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സ്പെയർ വീല് വാഹനത്തിന്റെ അടിയിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസറോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ശരിക്കും കൊടുത്തിരിക്കുന്നത്. ഡ്യുവൽ ടോൺ കളർ എന്ന് പറയാം. ഡോർ പാഡിലേക്ക് വന്നാലും നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളറാണ്. ഡോർ പാഡ് നമുക്ക് ഒരു ഓഫ് വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. ഫ്രണ്ട് 2 പവർ വിൻഡോന്റെ കൺട്രോളാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് കീ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ലോക്കിംഗ് ഓപ്ഷനോട് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച പൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടി ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് ഈ വേരിയന്റിലും കൊടുത്തിരിക്കുന്നത്. മിറേഴ്സ് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. ഇലക്ട്രോണിക് കൺട്രോൾ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എല്ലാ വേരിയന്റുകളുടെയും ഇന്റീരിയർ എന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫീച്ചേഴ്സിൽ മാത്രമാണ് നമുക്ക് കുറച്ച് ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പുതിയ മോഡൽ സ്റ്റിയറിംഗ് വീൽ തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് റെനോയുടെ പുതിയ ലോഗോ കാണാം. പ്രത്യേകിച്ച് കൺട്രോൾസ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻസ് ഒന്നും ഇതൊരു ബേസ് വേരിയന്റ് അല്ലെങ്കിൽ സെക്കൻഡ് വേരിയന്റ് ആയതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് RPM മീറ്ററും ഫ്യൂവൽ ഗേജും എല്ലാം ഒരു ലൈറ്റ് ഇൻഡിക്കേഷനോടുകൂടി കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം അറിയാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂവല്, ഡിസ്റ്റൻസ് ടു empty, അങ്ങനെ ബേസിക് ആയിട്ടുള്ള TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈവൻ ബേസ് വേരിയന്റ് തൊട്ടേ അത് വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം 65ഓളം സേഫ്റ്റി ഫീച്ചേഴ്സ് ബേസ് വേരിയന്റ് തൊട്ടേ ശരിക്കും ട്രൈബറിൽ റെനോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്കൻഡ് വേരിയന്റിൽ ടോപ്പ് എൻഡ് വരെ സിമിലർ സ്ക്രീനാണ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന 8 ഇഞ്ചിന്റെ ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസും ക്ലാരിറ്റി ഉള്ള ഒരു സ്ക്രീനാണ്. നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഡീസൻറ്റ് ക്ലാരിറ്റി ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടി ക്യാമറ കൊടുത്തിരിക്കുന്നു. അതെന്തായാലും സെക്കൻഡ് വേരിയന്റിൽ തന്നെ കൊടുത്തത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് താഴേക്ക് വന്ന AC കൺട്രോൾസ് കാണാം. അവിടെ എല്ലാം ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. അതിന് താഴെ നമുക്ക് സെൻട്രൽ ലോക്കിങ്ങിന്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. പിന്നെ ഹസാർഡ് ലൈറ്റ്, സെൻട്രൽ ലോക്കിങ്, ട്രാക്ഷൻ കൺട്രോളിന്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ മാനുവൽ AC കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് ഇവിടെ താഴെയും കാണാനായിട്ട് പറ്റും. നമ്മുടെ മാനുവൽ ഗിയർ ലിവർ കാണാം. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്കുള്ള AC കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. എനിക്ക് തോന്നുന്നു 1-2 ലിറ്ററിന്റെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് അതിൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ ഇവിടെ കാണാം. പിന്നെ ഇവിടെ നമുക്ക് ആ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് ആണ്, മിറർ കാര്യങ്ങളൊന്നുമില്ല. മാനുവലി കൺട്രോൾ ചെയ്യേണ്ട IRVMs ആണ് കൊടുത്തിരിക്കുന്നത്. അവിടുത്തെ റീഡിംഗ് ലൈറ്റുകൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ തന്നെ കാണാം. ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 4 പവർ വിൻഡോന്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് വിത്ത് റിവേഴ്സ് ക്യാമറ. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഈ സെക്കൻഡ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 90 ഡിഗ്രി തന്നെ ഡോറുകൾ തുറക്കുന്നുണ്ട്. അവിടെ നമുക്ക് പവർ വിൻഡോയുടെ സ്വിച്ച് കാണാനായിട്ട് വരും. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. നമ്മൾ മിറർ ലോക്ക് ചെയ്യാന്നുള്ള ഓപ്ഷൻ ആ ഒരു പഴയ രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സീറ്റ് നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. 3 പേർക്കുള്ള സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെന്ററിൽ പാസഞ്ചറിന് നമുക്ക് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ സീറ്റ് നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സീറ്റിൽ ഇപ്പോൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇത് സ്ലൈഡ് ചെയ്തിട്ടുള്ള ബാക്കിലേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാം. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് ഈ സെക്കൻഡ് റോയിൽ തന്നെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഒരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഈ സീറ്റ് ഇങ്ങനെ ഫുള്ളി ഫോൾഡ് ചെയ്തിട്ട്
അങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഡോർ തുറന്ന് നമുക്ക് തേർഡ് റോയിലേക്ക് പാസ് ചെയ്യാം. തേർഡ് റോയിൽ ഇപ്പോൾ ഈ സെന്റർ സീറ്റ് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ഇടുകയാണ് എങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഏറ്റവും ബാക്കിലേക്ക് ഇറക്കാനായിട്ടിരിക്കുന്നത്, കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തേർഡ് റോ സീറ്റിലും ഒരാൾക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബാക്കിൽ 2 പേര് ഇരുന്നാൽ ഈ ഒരു സെന്റർ റോയിൽ 3 പേര്, ഫ്രണ്ടിൽ 2 പേര്. അപ്പൊ നമുക്ക് മൊത്തം 7 സീറ്ററിന് പക്ക ഈ വാഹനത്തിനെ വിളിക്കാം. തേർഡ് റോയിലൊക്കെ സുഖമായിട്ടിരുന്ന് 2 പേർക്ക് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഈ വാഹനത്തിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3 റോയിലേക്കും AC വെന്റ്സ് വരുന്നുണ്ട്. തേർഡ് റോയിലേക്ക് AC വെന്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ സെക്കൻഡ് റോയിൽ AC വെന്റ്സ് ഇവിടെ പില്ലർ മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ട്രൈബറിൽ ഈ ഒരു സെക്കൻഡ് വേരിയന്റ് തൊട്ടിട്ടാണ് നമുക്ക് AC വെന്റ്സ് എല്ലാ വേരിയന്റിലേക്കും ലഭിക്കുന്നുള്ളൂ, മീൻസ് എല്ലാ റോയിലേക്കും ലഭിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ടാക്സി പർപ്പസിനാണെങ്കിലും എന്ത് പർപ്പസിന് ട്രൈബർ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നെങ്കിലും മിനിമം ഈ ഒരു വേരിയന്റെങ്കിലും എടുക്കാമെന്നാണ് എൻ്റെ ഒരു സജഷൻ. ട്രൈബറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് തൊട്ട് ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് ട്രൈബറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമുക്ക് ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ട്രൈബറിൽ കൊടുത്തിരിക്കുന്നത്. 72 HP ആണ് പവർ, ഒരു 96 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. മൈലേജ് നോക്കുകയാണെങ്കിൽ 20 കമ്പനി ക്ലെയിം ചെയ്യുന്ന ഒരു 15, 16, 17 ആ ഒരു റേഞ്ചിൽ ആവറേജ് മൈലേജ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഈ മാസം ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസിൽ 10,000 രൂപയുടെ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 25,000 രൂപയുടെ അഡീഷണൽ എക്സ്ചേഞ്ച് ബോണസ് കിട്ടും. അത് റെനോയുടെ വാഹനമാണെങ്കിൽ 10,000 രൂപ വീണ്ടും കൂടുതൽ എക്സ്ചേഞ്ച് ലഭിക്കും. പിന്നെ ലോയൽറ്റി ബോണസ് ആയിട്ട് ഒരു 15,000 രൂപയും ലഭിക്കുന്നുണ്ട്. ഇതാണ് നോർമൽ വാഹനത്തിന് വരുന്ന ഒരു ഓഫർ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റെനോയുടെ ഡെമോ കാറുകൾക്ക് 1.5 ലക്ഷം രൂപ വരെ ഓഫറും, പ്രീ ഫേസ് ലിഫ്റ്റ് ആയിട്ട് ട്രൈബറിന് ഏകദേശം 60,000 രൂപ വരെ അഡീഷണൽ ഓഫറും നിങ്ങൾക്ക് ലഭിക്കും. പ്രൈസിലും അതുപോലെ തന്നെ കുറവുണ്ടാവും. പുതിയ വാഹനത്തിന്റെ പ്രൈസിലായിരിക്കില്ല 2024 മാനുഫാക്ചർ ചെയ്ത വാഹനത്തിന്റെ പ്രൈസ് വരും. അപ്പോൾ അത്രയും നല്ലൊരു ഓഫർ നിങ്ങൾക്ക് ആ വാഹനങ്ങൾക്ക് ലഭിക്കും. ഇതിപ്പോൾ 2024 മാനുഫാക്ചർ ചെയ്ത ഡെമോ കാറുകളാണെന്ന് വെച്ചാൽ വാഹനം ഓടിയിട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്കൊരു പുതിയ വാഹനം എടുക്കുന്ന അതേ ഫോർമാറ്റിൽ, അതേ ഇൻഷുറൻസിൽ, അതേ മറ്റേ EMI ഓപ്ഷൻസിൽ ആ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ട്രൈബറിന്റെ ബേസ് വേരിയന്റ് ഒതന്റിക് വേരിയന്റ് ആണ്. അതാകുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ മാത്രമാണ് AC വെന്റ്സ് ഒക്കെ വരുന്നത്, ബാക്ക് റോയിലേക്കൊന്നും AC വെന്റ്സ് വരുന്നില്ല. അപ്പോൾ ഈ വേരിയന്റിലാണ് നമുക്ക് സെക്കൻഡ് വേരിയന്റ് തൊട്ട് AC വെന്റ്സ് കാര്യങ്ങളെല്ലാം 3 റോയിലേക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒതന്റിക് ബേസ് വേരിയന്റിന് 7,24,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എവല്യൂഷൻ എന്ന് പറഞ്ഞ സെക്കൻഡ് വേരിയന്റ് ആണ്. ഇതിന് 8,25,000 രൂപ, ഏകദേശം കറക്റ്റ് 1 ലക്ഷം രൂപയുടെ അടുത്ത് കൂടുതലാണ് സെക്കൻഡ് വേരിയന്റിൽ. തേർഡ് വേരിയൻ്റായ ടെക്നോയ്ക്ക് 9,50,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഇനി ടോപ്പ് എൻഡ് വേരിയൻ്റായ എമോഷൻ എന്ന് പറഞ്ഞ വേരിയന്റിന് 9,74,000 രൂപ. അതിൻ്റെ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ആ ടോപ്പ് എൻഡിൽ മാത്രമാണ് നമുക്കൊരു AMT ഓട്ടോമാറ്റിക് കൊടുത്തിരിക്കുന്നത്. അത് 10,30,000 രൂപ. ആ ടോപ്പ് എൻഡിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും ഉൾപ്പെടുത്താം. അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുന്നു. റെനോ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും, പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ, എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. പെരുമ്പാവൂരുള്ള റെനോ ഷോറൂമിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത്. പെരുമ്പാവൂർ പുല്ലുവഴിയിലാണ് ശരിക്കും ഷോറൂം വരുന്നത്. ഫോർ മോർ ഇൻഫോ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.